തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ CPIM കുതിരക്കച്ചവടം നടത്തിയെന്ന് കോൺഗ്രസ്. BJP മാതൃകയിൽ വടക്കാഞ്ചേരിയിലും മറ്റത്തൂരിലും CPM പണം നൽകി സ്വാധീനിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ LDFന് ആരെയും ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. കോഴ ആരോപണം തെളിയിക്കാൻ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു. ഒരാളെ UDF ഒരു അംഗത്തെ സ്വാധീനിക്കാൻ 50 ലക്ഷം രൂപയാണ്. ആളെ പുറത്തു കളഞ്ഞു. ആൾ അപ്പുറത്ത് വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ കൊടുത്തിട്ട്. ഇത് തന്നെയാണ് മറ്റത്തൂരിൽ നടന്നത്. ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക, എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ BJP രീതിയിൽ പരിശ്രമിക്കുക. CPM എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത്. മറ്റത്തൂരിലും വടക്കാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത്. എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു. 8 കോൺഗ്രസ് അംഗങ്ങൾ BJPയിൽ ചേർന്നു. ഒരു കോൺഗ്രസ് അംഗവും BJPയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത്. അപ്പോഴാണ് അറിയുന്നത്. ഒരാളും പോയിട്ടില്ല. ഒരാളും. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡന്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIMനില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവരും പറയും. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. കുതിര കച്ചവടം ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പത്രസമ്മേളനം നടത്തി പരസ്യം പറഞ്ഞതാണ്. ജയിച്ചു വന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം BJP ചേർന്ന് BJPയുടെ ഭാഗമായിട്ട് അവിടെ ഭരണം പിടിച്ച് ഞങ്ങൾക്ക് 8 സീറ്റുണ്ട്. ആ 8 സീറ്റ് മറികടക്കാൻ വേണ്ടി നടത്തിയ പണിയായിരുന്നു. അങ്ങനെയുള്ള നിലപാട് ഞങ്ങളില്ല. അതാണ് ഈ കാര്യം. ഞങ്ങൾ അവിടെയെല്ലാം എടുത്ത നിലപാട് ഒരാളെ പോലും ഇങ്ങോട്ട് കുതിരക്കച്ചവടം നടത്തി ചാക്കിട്ട് പിടിക്കുക എന്ന സമീപനമായിരുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഒരു തരത്തിലുമുള്ള അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. BJP, SDPI തുടങ്ങിയ പാർട്ടികളുടെ വോട്ട് സ്വീകരിച്ച് സ്ഥാനം നേടിയാൽ തത്സമയം രാജിവെക്കണം. ഇതായിരുന്നു ഞങ്ങൾക്കുള്ള നിർദ്ദേശം. കൂറുമാറാൻ പണം വാങ്ങിയെന്ന ലീഗ് സ്വതന്ത്രൻ ജാഫറിന്റെ ശബ്ദരേഖയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. കോൺഗ്രസിന്റെ പരാതിയിലാണ് അന്വേഷണം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം. അപ്പൊ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ കിട്ടി പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ല. പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയുന്നത് ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ജെയ്സൺ ജാമോളപ്പിലാണ് ചേരുന്നത്. ജെയ്സൺ, 50 ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാൻ കഴിയുമെന്നാണ് ജാഫറിന്റെ ശബ്ദരേഖയിൽ പറയുന്നത്. അത് CPM ആണ് ഇത്തരത്തിൽ പണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. പിന്നീട് ജാഫർ കൂറുമാറി വോട്ട് ചെയ്യുകയും രാജിവെക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഏതായാലും കുതിരക്കച്ചവട ആരോപണം ഉയരുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി കൂടി മാറുകയാണ് മറ്റത്തൂരിന് പിന്നാലെ. വിനീത, വടക്കാഞ്ചേരി ബ്ലോക്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വലിയ കോഴവിഭാഗത്തിലേക്ക് കടന്നിരിക്കുന്നു. അതേസമയം തന്നെ ഈ ആരോപണ വിധേയനായ ജാഫർ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ജാഫർ വ്യക്തമാക്കാൻ ഇപ്പോഴും തയ്യാറാകാത്തത് എന്തുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ച ഒരാൾ LDFന് വോട്ട് ചെയ്തു എന്നതിന് വ്യക്തമായ യാതൊരു രീതിയിലുള്ള കാരണവും അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് തനിക്ക് ചെറിയ തെറ്റ് പറ്റിയെന്നാണ്. അത്തരമൊരു തെറ്റ് വോട്ടെടുപ്പിൽ വരിക എന്നത് സാധ്യമല്ല. അതിന് തലേ ദിവസം മുതൽ തന്നെ ഇദ്ദേഹത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പല നേതാക്കളോട് വ്യക്തമാക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിവാദത്തിന് പ്രസക്തിയേറുന്നത്. പക്ഷേ LDFന്റെ നേതാക്കൾ ഇത് പൂർണ്ണമായും തള്ളുകയാണ്. അതേസമയം കോൺഗ്രസ് നേതാക്കൾ നിയമ നടപടിയും സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. വിനീത, ശരി, ജെയ്സൺ ജാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.